ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. നമ്മൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റിലെ ക്ലാസ്സസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ പൊല്യൂഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എയർ പൊല്യൂഷൻ പറഞ്ഞു, സോയിൽ പൊല്യൂഷൻ പറഞ്ഞു, വാട്ടർ പൊല്യൂഷൻ പറഞ്ഞു, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് എന്ന് പറയുന്ന അഴുക്ക് ചാല് അല്ലേ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആണ്. എന്താണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അതായത് സീവേജിൽ ഒത്തിരി സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കാണും. സോ വി ആർ റിമൂവിങ് ദാറ്റ് സോളിഡ് സബ്സ്റ്റൻസസ് ഫ്രം ദി സീവേജ് വാട്ടർ. അതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീവേജ് ഈസ് പാസ്ഡ് ത്രൂ എ ഗ്രൈൻഡിങ് മെക്കാനിസം, ദെൻ ലൈം ഈസ് ആഡഡ് ടു ന്യൂട്രലൈസ് ഇറ്റ്. അപ്പോൾ ഈ സീവേജിനെ ഒരു ഗ്രൈൻഡിങ് മെക്കാനിസത്തിലൂടെ കടത്തിവിടുകയും അങ്ങനെ സോളിഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിനകത്തേക്ക് ലൈം ആഡ് ചെയ്യും. ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡാണ്. അതായത് നമ്മൾ നീറ്റ് കക്ക എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ചുണ്ണാമ്പ് എന്നൊക്കെ പറയില്ലേ, ചുണ്ണാമ്പ് ആഡ് ചെയ്യുന്നത് നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലോറിൻ എന്ന് പറയുന്നതിലൊക്കെ ഈ കാൽഷ്യത്തിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ തന്നെയാണ് ഈ ക്ലോറിൻ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ ഈ ലൈം ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു സ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് അവിടെ തീർന്നു. സോളിഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്ത് ലൈം ആഡ് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീവേജ് ഇസ് പാസ്ഡ് ത്രൂ എ റിയാക്ടർ കോൾഡ് സ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു റിയാക്ടറിലൂടെ കടത്തിവിടും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അനൈറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യുന്നു? ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളെ ഒക്കെ ഡീഗ്രേഡ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ സോളിഡ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്ത് ലൈം ആഡ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു റിയാക്ടറായ സ്ലഡ്ജിലൂടെ കടത്തിവിടുന്നു. ആ സ്ലഡ്ജിലൂടെ കടത്തിവിടുമ്പോൾ അതിനകത്ത് അനൈറോബിക് ബാക്ടീരിയ ഉണ്ട്. അത് ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്നത് ബാക്ടീരിയ ഉപയോഗിച്ച് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ. അതായത് ഇപ്പം എന്തെങ്കിലും മൃഗങ്ങളുടെ ജഡമാവാം, അല്ലെങ്കിൽ ഇലകളാവാം, ഇതൊക്കെ ബയോഡീഗ്രേഡബിൾ ആണ്. അതേസമയം പ്ലാസ്റ്റിക് ഒന്നും ബയോഡീഗ്രേഡബിൾ അല്ല അല്ലേ. ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും ഈ അനൈറോബിക് ബാക്ടീരിയ. അനൈറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഓക്സിജൻ്റെ ആവശ്യം ഇല്ല ബ്രേക്ക് ഡൗൺ ചെയ്യാൻ. എയറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അനൈറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ സഹായം ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടേർഷ്യറി ട്രീറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ഡിസ്ഇൻഫെക്റ്റിംഗ് പ്രോസസ്സ്. അതൊരു ഡിസ്ഇൻഫെക്റ്റിംഗ് പ്രോസസ്സാണ്. ഫൈനൽ ട്രേസസ് ഓഫ് ഡിസ്ഇൻഫെക്റ്റിംഗ് ബാക്ടീരിയ ആൻഡ് എനി ഡിസോൾവ്ഡ് ഓർഗാനിക് സോളിഡ്സ് ആർ റിമൂവ്ഡ്. അവസാനത്തെ സ്റ്റേജാണ്. സോ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്യുക, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റേജ്. ഇങ്ങനെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിലും കൂടെ കടന്നു പോയ സീവേജ് വാട്ടർ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തുള്ളൊരു വാട്ടർ ബോഡിയിലേക്ക് ഒഴുക്കി വിടാം. കാരണം പിന്നെ അത് പ്രശ്നമല്ല. സീവേജ് വാട്ടറിൽ ഒത്തിരി കെമിക്കൽസ് കാണും. അതിന് നമ്മൾ ഇത്രയും പ്രോസസ്സിലൂടെ കടത്തി വിടുമ്പോഴത്തേക്കും അത് ന്യൂട്രലൈസ് ആയി ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും വാട്ടർ എന്താണ്? ഈ സീവേജ് വാട്ടർ ക്ലീൻ ആയി അല്ലേ. അതിന് നമുക്ക് അടുത്ത് കാണുന്ന ഒരു വാട്ടർ ബോഡിയിലേക്ക് ഒഴുക്കി വിട്ടാലും എന്തില്ല, പ്രശ്നമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റിനെ പറ്റിയിട്ടുള്ള പഠനത്തിന് നമ്മൾ പാലിയോ ക്ലൈമറ്റോളജി എന്നാണ് പറയുക. ഓക്കെ, ഇപ്പോൾ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോറൽ റീഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പവിഴപ്പുറ്റാണ്. അതിന് ബ്ലീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്കളർ ആവുന്ന പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ എന്താണ് അത് പ്രോസസ്സ് എന്ന് നോക്കാം. ഇൻക്രീസിങ് സീ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുമ്പോൾ, സാലിനിറ്റി ഓഫ് വാട്ടർ, സാലിനിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അംശം കൂടുമ്പോൾ, അതുപോലെ തന്നെ UV റേഡിയേഷൻ കൂടുമ്പോൾ, ഇതൊക്കെ വിൽ റിസൾട്ട് ഇൻ ഡിക്രീസ്ഡ് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി. ഇത് ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റിയെ ഡിക്രീസ് ചെയ്യും. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? സൂര്യൻ്റെ രശ്മികളുടെ സഹായത്തോട് കൂടിയിട്ട് പ്ലാന്റ്സ് എന്താണ് ഫുഡ് അവരുടെ ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുക അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്താവും? കുറയും. ദിസ് ഇൻ ടേൺ ലീഡ്സ് ടു ലോസ് ഓഫ് ആൽഗെ. ഇങ്ങനെ ഫോട്ടോസിന്തസിസ് ആക്ടിവിറ്റി കുറയുക എന്ന് പറയുമ്പോൾ ആൽഗെ എന്താണ്? പായൽ അല്ലേ. പായൽ എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. പായൽ എന്ന് പറയുന്നത് എന്താണ്? അതൊരു പച്ചപ്പുള്ള സംഭവമാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ഫോട്ടോസിന്തസിസ് ഉണ്ടാവണം. ഫോട്ടോസിന്തസിസ് ഉണ്ടെങ്കിലല്ലേ അതിന് കൂടുതൽ ആൽഗെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആൽഗയുടെ ഉൽപ്പാദനം കുറയും.
ultimately the reef become ഡെഡ് ആൻഡ് ലോസ് ദെയർ കളർ. അപ്പോൾ ഈ ആൽഗെ, ഈ പായലുള്ളത് കൊണ്ടാണ് ഈ പവിഴപ്പുറ്റ് എന്തായിട്ടിരിക്കുന്നത്, ജീവനോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കളർ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് കുറയുമ്പോൾ ആൽഗെ കുറയുമ്പോൾ ഈ കോറൽ റീഫിന് എന്ത് സംഭവിക്കും, ഡിസ്കളറേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഡിസ്കളറേഷൻ ഉണ്ടാവുന്ന കോറലിനെയാണ് കോറൽ ബ്ലീച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്ലൈമറ്റുമായി റിലേറ്റ് ചെയ്ത മറ്റൊരു പ്രോസസ്സാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് നോക്കാം. സൺ എമിറ്റ്സ് എനർജി ദാറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു എർത്ത്, അല്ലേ? സൂര്യനിൽ നിന്ന് എനർജി ഉണ്ടാവുന്നു. ആ എനർജി എന്ത് ചെയ്യും, എർത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, അല്ലേ? സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ റേസ് എന്താണ്, എർത്തിൽ വന്ന് പതിക്കും. എബൌട്ട് 30% ഓഫ് ദി സൺസ് എനർജി ഈസ് റിഫ്ലക്റ്റഡ് ഡയറക്ട്ലി ബാക്ക് ഇൻ ടു ദ സ്പേസ് ബൈ അറ്റ്മോസ്ഫിയർ. അതായത് 30% ഈ സൺലൈറ്റ് എന്താണ്, തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോവാണ്. ബാക്കി 70% മാത്രമാണ് നമ്മുടെ ഭൂമി എന്ത് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അത് വലിച്ചെടുക്കുന്നത്. ചിലപ്പോൾ പ്ലാന്റ്സ് എടുക്കും, അല്ലേ? ബാക്കിയുള്ളതൊക്കെ എടുക്കും. ബാക്കി 30% സൺറൈസ് എന്താണ്, അതിൻ്റെ എനർജി എന്താണ്, തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെ പോവും, അല്ലേ? The rest of the sun's energy is absorbed into the earth system. ബാക്കി എന്താണ്, 70% earth system അബ്സോർബ് ചെയ്യും. ബാക്കിയെല്ലാം എന്താണ്, റിട്ടേൺസ് ടു അറ്റ്മോസ്ഫിയർ. ദി എർത്ത് റീഎമിറ്റ്സ് എനർജി ബാക്ക് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആർ ദോസ് ഗേഷ്യസ് കോൺസ്റ്റുവൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ദാറ്റ് അബ്സോർബ് ആൻഡ് എമിറ്റ് ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുകയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലെ ഗേഷ്യസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ? വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ കെമിക്കൽ ഫോർമുല എന്ത് തന്നെയാണ്, H2O തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2. മീതേൻ്റെ കെമിക്കൽ ഫോർമുല CH4 എന്നാണ്. പിന്നെ നൈട്രസ് ഓക്സൈഡ് N2O. പിന്നെ NF3HFC, അതായത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. NF3 എന്ന് പറയുന്നത് നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്. ഓക്കെ, NF3 നൈട്രജൻ ട്രൈഫ്ലൂറൈഡ്. HFC എന്ന് പറയുന്നത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ. പിന്നെ PFC പെർ ഫ്ലൂറോ കാർബൺ. SF6 സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. ഹെക്സ എന്ന് പറയുമ്പോൾ 6 ഫ്ലൂറൈഡ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഗ്യാസുകളെല്ലാം എന്താണ്, ഗ്രീൻ ഹൗസ് ഗ്യാസുകളാണ്. ഇതെന്താണ് ചെയ്യുക, അറ്റ്മോസ്ഫിയറിലുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബും എമിറ്റും ചെയ്യുന്നു. ഇങ്ങനെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബും എമിറ്റും ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അന്തരീക്ഷത്തിലെ ചൂട് കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഗ്യാസുകൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഇൻഫ്രാറെഡ് റേഡിയേഷനുകളെ അബ്സോർബ് ചെയ്ത് എമിറ്റ് ചെയ്യും. അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഈസ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് നോക്കാം. An average increase in the temperature of atmosphere near the earth's surface. ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും സിമിലർ തന്നെയാണ്. അതായത് അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുക എന്ന് പറയുന്നത് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ എന്ന് പറയാൻ കാരണം ഇത് നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം കാണുന്നൊരു പ്രോസസ്സല്ല, എല്ലായിടത്തും കാണുന്നതാണ്. അതുകൊണ്ടാണ് ഗ്ലോബൽ എന്ന് പറയുന്നത്. ഓക്കെ, earth's surface and in the troposphere which can contribute to changes in the global climate pattern. ഈ ഗ്ലോബൽ വാർമിംഗ് നമ്മുടെ മൊത്തത്തിലുള്ള ക്ലൈമറ്റ് പാറ്റേണിനെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇൻ 1975 വാലസ് എസ് ബ്രോക്കർ ഫസ്റ്റ് യൂസ് ദ ടേം ഗ്ലോബൽ വാർമിംഗ്. അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത് വാലസ് സി ബ്രോക്കർ എന്ന് പറയുന്ന ആളാണ് 1975. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേം വരുന്നത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ ഗ്യാസിനും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ഡെവലപ്പ് ടു അലൗ ദി കമ്പാരിസൺ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഇമ്പാക്ട് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ്. ഓരോ ഗ്യാസിനും ഓരോ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലാണ്. അതായത് ഓരോ ഗ്യാസും ഓരോ രീതിയിലാണ് ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കുന്നത്, അല്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ദ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് 1. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് സെർവ്സ് ആസ് എ ബേസ് ലൈൻ ഫോർ അതർ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ വാല്യൂസ്. അപ്പോൾ ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ മറ്റ് ഗ്യാസുകളുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്താണ്, 1 ആണ്. ഇനി ഇതിനെ കമ്പയർ ചെയ്തിട്ടാണ് മറ്റ് ഗ്യാസുകളുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ നമ്മൾ നിർണ്ണയിക്കുന്നത്. ഓക്കെ, the larger the global warming potential, the more warming gas causes. അതായത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഗ്യാസുകൾ എന്ത് സംഭവിക്കും, അത് അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ അവിടെ ഗ്ലോബൽ വാർമിംഗ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 ആണെങ്കിൽ അത്
അത്രയും ചൂട് കൂട്ടും. ഇനി അത് 10 ആണെങ്കിലോ ഒന്നിനേക്കാളും ഭയങ്കരമായിട്ട് അന്തരീക്ഷത്തിന് ചൂടാക്കാൻ ഈ പറയുന്ന 10 ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലുള്ള കോമ്പൗണ്ടിന് സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഗ്യാസാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറയുന്ന അതിനനുസരിച്ച്, അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് SF6-നാണ്. പിന്നെ PFC, HFC, CFC12, CFC11, സർഫസ് ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, CH4 അഥവാ മീഥെയിൻ, CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഏറ്റവും കുറവ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. ഏറ്റവും കൂടുതലുള്ളത് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് അഥവാ SF6. ഈ ഓർഡർ കാണാതെ പഠിച്ചു വെക്കുക. ഇത് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ SF6, PFC, HFC, CFC12, CFC11, സർഫസ് ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, CH4, CO2. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓസോണിൽ വിള്ളലുണ്ടാക്കാൻ കാരണമായിട്ടുള്ള ചില സബ്സ്റ്റൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. ഓസോൺ ലെയറിൻ്റെ പ്രത്യേകത എന്താണ്? ട്രോപ്പോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണുക അല്ലേ. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ വന്നു കഴിഞ്ഞാൽ അത് കെമിക്കലും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, ഈ ഓസോൺ ലെയർ എന്താ ചെയ്യുന്നത്? ഒരു ബ്ലാങ്കറ്റ് പോലെ നമ്മുടെ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് UV റേയിൽ നിന്ന്. അപ്പോൾ ഈ ഓസോൺ ലെയറിന് വിള്ളൽ വന്നാൽ എന്ത് സംഭവിക്കും? ഈ UV റേ നമ്മുടെ ഏർത്തിൻ്റെ എന്താണ് സർഫസിലേക്ക് വന്ന് പതിക്കുകയും നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതാണ് ഈ ഓസോൺ ലെയർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓസോൺ ലെയറിൽ വിള്ളൽ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് CFC ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു CFC എവിടെ നിന്നാണ് വരുന്നത്? റെഫ്രിജറൻറ്റ്, AC ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്ന വാതകമാണ് CFC എന്ന് പറയുന്നത്. ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതെന്താണ്? ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇനി ഈ CFC ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ CFCക്ക് പകരമായിട്ട് റെഫ്രിജറേറ്ററിൽ പിന്നെ ഉപയോഗിച്ച ഒരു സംഭവമാണ് HCFC, ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതും പ്രശ്നക്കാരനാണ്. ഓക്കെ, നെക്സ്റ്റ് മീഥൈൽ ബ്രോമൈഡ്. അത് ഈ അഗ്രികൾച്ചറൽ പെസ്റ്റിസൈഡുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ടാണ്. അതും എന്താണ്? ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മീഥൈൽ ബ്രോമൈഡ്. ഇനി അടുത്തത് കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ്. കാർബണും 4 ക്ലോറിനും. ഓക്കെ, ഒരു കാർബണും 4 ക്ലോറിനും വരുന്നതാണ് CCl4. ഓക്കെ, അതാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല വരിക. C കാർബൺ, Cl എന്ന് പറയുന്ന ക്ലോറിൻ, 4 ക്ലോറിൻ ഉള്ളതുകൊണ്ട് CCl4 എന്നായിരിക്കും അതിൻ്റെ കെമിക്കൽ ഫോർമുല. ഓക്കെ, ഈ കാർബൺ ടെട്രാ ക്ലോറൈഡ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ, ഇൻഡസ്ട്രിയൽ സോൾവെൻറ്റ്, അഗ്രികൾച്ചറൽ ഫ്യൂമിഗൻറ്റ്, അതായത് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളിലും ഈ പറയുന്ന കാർബൺ ടെട്രാ ക്ലോറൈഡ് ഉണ്ട്. ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ അടക്കം ഉണ്ട്. അപ്പോൾ ഇതും എന്താണ്? ഓസോണിനെ ഡിപ്ലീറ്റ് ചെയ്യുന്നൊരു സബ്സ്റ്റൻസ് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇൻഡെപ്ത് ആയിട്ടൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു കെമിസ്ട്രി സൈഡിലേക്കൊന്നും ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് മീഥൈൽ ക്ലോറോഫോം. മീഥൈൽ ക്ലോറോഫോമും എന്താണ്? ഇൻഡസ്ട്രിയിൽ സോൾവെൻ്റ് ആയിട്ട്, സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താണ് സൊല്യൂഷനിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡിസോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവത്തിനാണ്. ഇപ്പോൾ നമ്മൾ വെള്ളം ഒരു സോൾവെൻ്റ് ആണ് അല്ലേ. പഞ്ചസാര ഇടുന്ന സമയത്ത് വെള്ളം എന്താണ്? സോൾവെൻ്റ് ആണ്. അപ്പോൾ സോൾവെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മീഥൈൽ ക്ലോറോഫോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാലൻസ്. എഗെയിൻ എന്താണ്? ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. ഇതെല്ലാം എന്താണ്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളാണ്. CFC, HCFC, മീഥൈൽ ബ്രോമൈഡ്, കാർബൺ ടെട്രാ ക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം, ഹാലൻസ്. ഇത് കുറച്ച് കൺവെൻഷനുകളും മറ്റ് അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ഇയറുകളും അവിടെ ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറച്ച് കോൺഫറൻസുകളൊക്കെയാണ്. 1979 ഫസ്റ്റ് വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ് നടന്നു. ജനീവയിൽ വെച്ചിട്ടായിരുന്നു അത്. ഓക്കെ, അടുത്തത് 1983 UN's വേൾഡ് കമ്മീഷൻ ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് സെറ്റപ്പ് ടു ഡിസ്കസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ലേറ്റർ നെയിംഡ് ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ നടന്നു 1983. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഡെവലപ്മെൻറ്റ് ആവശ്യമാണ് അല്ലേ, പക്ഷേ അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. സസ്റ്റൈനബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് വികസനം ഉണ്ടാവുന്നുണ്ട്. സുസ്ഥിര വികസനം എന്നാണ് അതിൻ്റെ മലയാളം വരുന്നത് അല്ലേ. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നമുക്ക് വികസനം ഉണ്ടാവുന്നുണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ അന്തരീക്ഷത്തിന് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലുള്ള വികസനത്തിനെയാണ് സുസ്ഥിര വികസനം അഥവാ
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനാണ് ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ. 1983 അത് നടന്നത്. അടുത്തത് 1988 നടന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ദാറ്റ് ഈസ് IPCC. ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ WMO and UNEP to assess the risk of human induced climate changes and its impact. അതായത് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള എഗെയിൻ ഒരു മീറ്റിംഗ് ആണ്. ഓക്കെ, ആൻഡ് ടു സജസ്റ്റ് ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. ഇറ്റ് കംസ് വിത്ത് assessment reports. IPCC shared Nobel Peace Prize 2007 with the former US President Al Gore. ഓക്കെ, 1992 നടന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. എഗെയിൻ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. 1992 നടന്നിട്ടുള്ളതാണ്. അതുമൊന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു മെയിൻ ടോപ്പിക്കാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, NAPCC എന്നും കാണാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്താണ്? പ്രൊമോട്ടിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അഡാപ്റ്റേഷൻ ആൻഡ് മിറ്റിഗേഷൻ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യുക, മിറ്റിഗേറ്റ് ചെയ്യുക, അതിനെ കുറയ്ക്കാനുള്ളത് എന്താ മെഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ എനർജി എഫിഷ്യൻസി ആൻഡ് നാച്ചുറൽ റിസോഴ്സ് കൺസർവേഷൻ, നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് 8 നാഷണൽ മിഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ 8 നാഷണൽ മിഷൻസ്? നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഓൺ എനർജി എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ ഇക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇത്രയും 8 മിഷനുകളാണ് ഈ ഒരു NAPCCയിൽ അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എനർജി റിസോഴ്സുകളാണ്, അല്ലെങ്കിൽ എനർജി സോഴ്സുകളാണ്. നമുക്ക് എന്താണ്, ഉറപ്പായിട്ടും നമുക്ക് നമ്മൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള എനർജികൾ വേണം, അല്ലേ? അപ്പോൾ നമുക്ക് വാഹനം ഓടിക്കാൻ നമുക്ക് ഫ്യൂവൽ വേണം, അതൊരു എനർജിയാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി എനർജി സോഴ്സുകൾ നമ്മുടെ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എർത്തിലുണ്ട്, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ റിന്യൂവബിൾ എന്നും നോൺ റിന്യൂവബിൾ എന്നും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ് നോൺ റിന്യൂവബിൾ. അത് പിന്നീട് റിന്യൂ ചെയ്യില്ല, അതായത് പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നില്ല, ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ് നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ? ഒന്ന് ഫോസിൽ ഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓയിലുണ്ട്, കോളുണ്ട്, അതായത് പെട്രോളിയം ഒക്കെ ഇതിനകത്ത് വരുന്നത് തന്നെയാണ്. ഫോസിൽ ഫ്യൂവലിൽ നിന്ന് തന്നെയാണ് നമ്മൾ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത്. പെട്രോളിയം സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസിൽ ഫ്യൂവൽ ഒത്തിരി നാളുകൾ എടുക്കും ഫോസിൽ ഫ്യൂവൽ എർത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് വൺസ് ഉണ്ടായി കഴിഞ്ഞാൽ കുറേ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും ഉണ്ടാവാൻ അത്രയും വർഷം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കലോറിഫിക് വാല്യൂ വളരെ ഹൈ ആണ്, അതിന് ഭയങ്കര ഹൈ കലറിയാണ്. അതായത് കുറച്ച് യൂസ് ചെയ്താൽ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് എനർജി ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകും, ഒരുപാട് ഹെൽത്ത് ഹസാർഡ്സ്, ആസ്മ, TB പോലുള്ള ഹെൽത്ത് ഹസാർഡ്സ് ഒക്കെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് ഫോസിൽ ഫ്യൂവലാണ്. പിന്നെ പെട്രോളിയം ഫോസിൽ ഫ്യൂവലിൻ്റെ തന്നെ ഒരു സബ് കാറ്റഗറിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് കോളാണ്, കൽക്കരി, അല്ലേ? കോള് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ ക്വാളിഫിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ കോള് നമ്മുടെ എനർജി നീഡിൻ്റെ 30.3% കോളാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ മുഴുവൻ എനർജിയുടെ 30.3% മീറ്റ് ചെയ്യുന്നത് കോളാണ് എന്നുള്ളത് ഓർക്കുക. അതുപോലെ തന്നെ ലോകത്തിലെ 42% ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് കോളിൽ നിന്നാണെന്നുള്ളതും ഓർക്കുക. എമൗണ്ട് ഓഫ് എനർജി ഇൻ കോൾ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് പെർ പൗണ്ട്. ഇനി കോളിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 4ആയിട്ടാണ് കോളിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഈസ് പീറ്റ് എന്ന് പറയുന്നത് അതിൽ കാർബൺ
50% മുതൽ 60% വരെ കാർബൺ കണ്ടന്റ് ഉള്ള കോളിനെയാണ് നമ്മൾ പീറ്റ് എന്ന് പറയാം. ഓക്കെ. അടുത്തത് ലിഗ്നൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ കോൾ. അതിൽ കാർബണിൻ്റെ അളവ് എത്രയാണ്? 70%. ഓക്കെ. അടുത്തത് എന്താണ്? ബിറ്റുമിനസ് അല്ലെങ്കിൽ സോഫ്റ്റ് കോൾ. കാർബണിൻ്റെ കണ്ടന്റ് എന്താണ്? 80%. ആന്ത്രാസൈറ്റ് കോള്. ബേണിംഗ് ഓഫ് ഇറ്റ് ഗിവ്സ് വെരി ലിറ്റിൽ സ്മോക്ക്. ഈ ആന്ത്രാസൈറ്റ് കോള് കത്തിക്കുന്ന സമയത്ത് വളരെ കുറച്ച് സ്മോക്ക് മാത്രമാണ് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോൺ റിന്യൂവബിൾ സോഴ്സിൽ ഫോസിൽ ഫ്യൂവൽ പറഞ്ഞു, പെട്രോളിയം പറഞ്ഞു, കോള് പറഞ്ഞു. ഓക്കെ. ഇനി സ്റ്റീം കോൾ അഥവാ തെർമൽ കോൾ എന്ന് പറയുന്നത് പവർ ജനറേഷൻ ഉപയോഗിക്കുന്ന കോളാണ്. അതുപോലെ തന്നെ കോക്കിംഗ് കോൾ, മെറ്റലർജിക്കൽ കോൾ എന്ന് പറയുന്നത് സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോളാണ്. ഓക്കെ. ഇനി 5 മേജർ കോൾ പ്രൊഡ്യൂസിങ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈന, USA, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോൺ റിന്യൂവബിൾ സോഴ്സുകളിൽ 4ാമത്തെ നോൺ റിന്യൂവബിൾ സോഴ്സാണ് നാച്ചുറൽ ഗ്യാസ്. മീതേന്, ബ്യൂട്ടേന്, ഈതേന്, പ്രൊപ്പേന്, ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഗ്യാസുകളാണ്. നമ്മൾ ഈ CNG ഉണ്ടല്ലോ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, നമ്മൾ പല വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതെന്താണ്? ഈ നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ എന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ വീണ്ടും റീപ്ലെനിഷ് ചെയ്യപ്പെടുന്ന എനർജി സോഴ്സുകളാണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.